നമസ്കാരം. കുംഭമേള തീർത്ഥാടകർ ഇരച്ചുകയറിയതിനെ തുടർന്ന് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലുണ്ടായ അപകടത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ്. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും കേന്ദ്രത്തിനെ വിമർശിച്ച് രംഗത്ത് വന്നു. അപകടത്തിൽ കുട്ടികൾ ഉൾപ്പെടെ 18 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അങ്ങേയറ്റം ദുഃഖകരവും വേദനാജനകവുമായ വാർത്തയാണിത്. മരിച്ചവരുടെ കുടുംബാംഗങ്ങളോട് അഗാധമായ അനുശോചനം രേഖപ്പെടുത്തുന്നു. പരിക്കേറ്റവർ എത്രയും വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ. ഈ സംഭവത്തിൽ കൂടി സർക്കാരിന്റെ നിർവികാരതയും റെയിൽവേയുടെ പരാജയവും ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ്. പ്രയാഗ്രാജിലേക്ക് പോകുന്ന ഭക്തജനങ്ങളുടെ ബാഹുല്യം കണക്കിലെടുത്ത് സ്റ്റേഷനിൽ മെച്ചപ്പെട്ട ക്രമീകരണങ്ങൾ ഒരുക്കേണ്ടതായിരുന്നു. കെടുകാര്യസ്ഥതയും അനാസ്ഥയും മൂലം ആർക്കും ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ സർക്കാരും ഭരണകൂടവും ശ്രദ്ധിക്കണമെന്നും രാഹുൽ ഗാന്ധി എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു. അതേസമയം ഡൽഹി റെയിൽവേ സ്റ്റേഷനിലും തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേർ മരിച്ചെന്ന വാർത്ത അങ്ങേയറ്റം വേദനാജനകമാണ്. അവിടെ നിന്നുള്ള വീഡിയോകൾ ഹൃദയഭേദകമാണ്. അപകടത്തിൽപ്പെട്ട് മരിച്ചവരുടെ എണ്ണം അടക്കം മറച്ചുവെക്കാനാണ് മോദി സർക്കാർ ശ്രമിക്കുന്നത്. ഇത് തികച്ചും ലജ്ജാകരവും അപലപനീയവുമാണ്. അപകടത്തിൽ എത്ര പേർ മരിച്ചു, എത്ര പേർക്ക് പരിക്കേറ്റു എന്ന വിവരങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ പുറത്തുവിടണം. കാണാതായവരെക്കുറിച്ചുള്ള വിവരങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഉറപ്പുവരുത്തണം. അപകടത്തിൽ പരിക്കേറ്റവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ മതിയായ ചികിത്സ ഉറപ്പുവരുത്തണം. മരിച്ചവരുടെ കുടുംബാംഗങ്ങളോട് അഗാധമായ അനുശോചനം രേഖപ്പെടുത്തുന്നുവെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു.